കഴിഞ്ഞ 25 വർഷത്തിനുള്ളിൽ കാൽ നൂറ്റാണ്ടിനുള്ളിൽ ഇത്രമാത്രം കേരള ജനത കാത്തിരുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകുമോ? സംശയമാണ്. കാരണം കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആ ഒരു മാസ കാലയളവിൽ വളരെ വലിയ ചർച്ചകളാണ് പല ഭാഗത്തും ഉണ്ടായത്. പക്ഷേ കഴിഞ്ഞ ലാസ്റ്റ് ആ ഒരു വീക്ക് ആയപ്പോഴേക്കും അതിനൊരു ചൂടുകൂടി. കഴിഞ്ഞ രാത്രി പലരും സോഷ്യൽ മീഡിയയിൽ വൈകിയും പല ചർച്ചകൾ പോസ്റ്റ് ചെയ്യുകയും ചർച്ചകളെക്കുറിച്ച് വിലയിരുത്തലുകളും ഒക്കെ ഇങ്ങനെ വരുന്ന ഒരു ദിവസമാണ് കഴിഞ്ഞു പോയത്. അതുകൊണ്ട് തന്നെയാണ് ചോദിച്ചത്, കഴിഞ്ഞ 25 വർഷത്തിനുള്ളിൽ കേരള ജനത ഒന്നടങ്കം കാത്തിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകുമോ? ഇല്ല. മാറി വന്നിരുന്ന സർക്കാരുകൾ, ഒരു മുന്നണി ഒരു തവണ ഭരിക്കുകയാണെങ്കിൽ അടുത്ത തവണ നിശ്ചയമായും വരുന്നത് അടുത്ത മുന്നണിയായിരിക്കും. അങ്ങനെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും മാറി ഭരിച്ച ഒരു കേരളമാണ് കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിൽ നമ്മളൊക്കെ കണ്ടത്. നമ്മളൊക്കെ ജീവിച്ചു വന്ന ആ ഒരു സാഹചര്യവും അങ്ങനെ തന്നെയായിരുന്നു. അതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു. നരേന്ദ്രമോദിയുടെ കീഴിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഭാരതം വികസനത്തിന്റെ പാതയിലേക്ക് പോകുന്നു. വളരെ മനോഹരമായ ചലനങ്ങൾ ഭാരത ചരിത്രത്തിൽ, ഭാരത രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നു. അപ്പോൾ കേരളത്തിലെ ബി.ജെ.പിക്കും കേരളത്തിലെ ബി.ജെ.പി പ്രവർത്തകർക്കുമൊക്കെ ഉണർവ് ഉണ്ടായി തുടങ്ങുന്നു. അങ്ങനെ ബി.ജെ.പിക്ക് ചലനം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു മൂന്നാമതൊരു മുന്നണി എത്തുന്നു. എന്നാൽ ഒരു വട്ടം ഭരണം കഴിഞ്ഞ് 2 വട്ടം തുടർച്ചയായി പിണറായി വരുമ്പോഴേക്കും പിണറായി അനുകൂലികൾ ആഹ്ലാദിക്കുന്നു. പിണറായി ഭരണത്തിന് കീഴിൽ പിണറായിയെ സപ്പോർട്ട് ചെയ്യുന്നവർ, പിണറായിയുടെ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവർ, ഇടതുപക്ഷക്കാർ, അവരെല്ലാം ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ കേരളം അടക്കി ഭരിക്കുകയായിരുന്നു. അങ്ങനെ കോൺഗ്രസിന് അവരുടെ ആ ഒരു അവസരം, പതിവായി മാറി വന്നുകൊണ്ടിരുന്ന ആ ഒരു അവസരം നഷ്ടപ്പെടുന്നു. എന്നാൽ വീണ്ടും ഇത് അഴിമതി ആരോപണങ്ങൾ മുമ്പെങ്ങും ഒരു കാലഘട്ടത്തിലും കണ്ടിട്ടില്ലാത്ത വിധം ഉണ്ടാകുന്നു. അപ്പോൾ ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങി, ബി.ജെ.പിക്ക് വീണ്ടും ഒരു അവസരം കൊടുക്കണമോ? ബി.ജെ.പി കേരളം ഭരിക്കാൻ തുടങ്ങിയാൽ, കേരളത്തിൽ വന്നാൽ മാറ്റങ്ങൾ ഉണ്ടാകും. അത് കോർപ്പറേഷനിൽ ആ ഒരു മാറ്റം, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആ ഒരു മാറ്റം നമ്മളൊക്കെ കണ്ടതാണ്. ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങി എന്നുള്ള ഒരു മാറ്റം, അതിൻ്റെ ഒരു റിസൾട്ടായിരുന്നു അത്. ഇത്തവണ കോൺഗ്രസ് വരുമോ? ചെറിയ ചലനങ്ങളെങ്കിലും ബി.ജെ.പിക്ക് ഉണ്ടാക്കാൻ സാധിക്കുമോ? അതോ വീണ്ടും വലിഞ്ഞു കയറി പിണറായി തന്നെ വരുമോ? ഇങ്ങനെയുള്ള 3 ചോദ്യങ്ങളാണ് ഇപ്പോൾ ഇന്ന് 8 മണിക്ക് ഈ വോട്ടെണ്ണൽ തുടങ്ങാനിരിക്കെ കേരള ജനതയുടെ മനസ്സിലുള്ളത്. എങ്ങും ഒരു രാഷ്ട്രീയത്തിലും പൂർണ്ണമായും വിശ്വസിക്കാതെ നിഷ്പക്ഷമായി ചിന്തിക്കുന്നവരെല്ലാം നല്ല ഭരണം വരണം എന്ന് തന്നെ വിശ്വസിക്കുന്നു. അടുത്ത ചാൻസ് കോൺഗ്രസിന് കൊടുക്കണം എന്നവർ വിശ്വസിക്കുന്നു. ബി.ജെ.പിക്ക് ഒരു സ്ഥാനം വന്നാൽ ബി.ജെ.പിക്ക് വികസനം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ബി.ജെ.പി എത്താനുള്ള സമയമായിട്ടില്ല എന്ന് തന്നെയാണ് കേരള ജനത വിശ്വസിക്കുന്നത്. എന്തായാലും മണിക്കൂറുകൾക്കകം കേരള ഭരണം എങ്ങോട്ട്, കേരള രാഷ്ട്രീയം എങ്ങോട്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. 43 സ്ഥലങ്ങളിലെ 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ. ആദ്യ പല സൂചനകൾ 9 മണിയോടെ അറിയാം. ഓരോ റൗണ്ടും പൂർത്തിയാക്കാൻ 1/2 മണിക്കൂർ വരെ വേണ്ടിവരാം. രാവിലെ 8 മുതൽ തപാൽ വോട്ടുകളും 8:30 മുതൽ EVM-ലെ വോട്ടുകളും എണ്ണും. സ്ട്രോങ് റൂമിൽ നിന്ന് തപാൽ വോട്ടുകൾ ആദ്യം വോട്ടെണ്ണൽ ഹാളിൽ എത്തിച്ച് 50 വീതം കെട്ടുകളാക്കിയാണ് എണ്ണുക. വൈകിട്ട് 5 മണിയോടെ മുഴുവൻ ഫലവും പുറത്തുവന്ന് ഇലക്ഷൻ സർട്ടിഫിക്കറ്റ് വിജയിച്ച സ്ഥാനാർത്ഥികൾക്ക് നൽകാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ പറഞ്ഞു. കേരളത്തിന് പുറമെ തമിഴ്നാട്, ബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്നാണ്. സാമാജികരുടെ മരണത്തെ തുടർന്ന് ഒഴിവ് വന്ന 6 സംസ്ഥാനങ്ങളിലെ 8 സീറ്റുകളിലെ ഉപതെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണലും ഇതോടൊപ്പം നടക്കും. തമിഴ്നാട്ടിൽ 234, ബംഗാളിൽ 294, അസമിൽ 126, പുതുച്ചേരിയിൽ 30 എന്നിങ്ങനെ 824 മണ്ഡലങ്ങളാണുള്ളത്. ഇതിൽ ബംഗാളിലെ ഫാൽത്ത മണ്ഡലത്തിലെ വോട്ടെണ്ണൽ 24-നാണ് നടക്കുക. ക്രമക്കേടുകൾ നടന്നു എന്ന പരാതികളെ തുടർന്ന് 21-ന് ഇവിടെ റീപോളിംഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ സുരക്ഷയ്ക്കും ക്രമസമാധാന പാലന നടപടികൾക്കുമായി ഇന്ന് 32,301 പോലീസുകാരെയാണ് വിന്യസിക്കുക. 20 കമ്പനി കേന്ദ്രസേന ഉൾപ്പെടെയാണിത്. 15,465 ഉദ്യോഗസ്ഥരാണ് വോട്ടെണ്ണൽ ജോലിക്ക് നിയോഗിക്കുന്നത്. നിരീക്ഷകരെല്ലാം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച IAS ഉദ്യോഗസ്ഥരാണ്. ഓരോ വോട്ടെണ്ണൽ മേശയിലുമുള്ള സൂക്ഷ്മ നിരീക്ഷകരിൽ പകുതിയിലേറെ പേരും കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരാണ്. 12 മുതൽ 14 വരെ ബൂത്തുകൾ അടങ്ങുന്ന റൗണ്ടുകളായാണ് വോട്ടെണ്ണൽ. ഇത്രയും വോട്ടെണ്ണൽ മേശകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ എത്തിച്ച് സൂക്ഷ്മ നിരീക്ഷകരുടെയും സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെയും സാന്നിധ്യത്തിൽ ഫലം ഉദ്യോഗസ്ഥർ പരിശോധിച്ച് എഴുതിയെടുത്ത് ടാബുലേഷൻ ഷീറ്റിൽ രേഖപ്പെടുത്തും. ഒരു റൗണ്ടിലെ മുഴുവൻ ഫലങ്ങളുടെയും ടാബുലേഷൻ വരണാധികാരികളും നിരീക്ഷകനും പരിശോധിക്കും. കൂടാതെ ഓരോ റൗണ്ടിലെയും 2 വീതം EVM ക്രമത്തിലല്ലാതെ തെരഞ്ഞെടുത്ത മറ്റൊരു സമാന്തര മേശയിൽ പുനഃപരിശോധനയും നിരീക്ഷകന്റെ നേതൃത്വത്തിൽ നടത്തും. ഇതിൽ തെറ്റ് കണ്ടെത്തിയാൽ ആ മേശയിൽ മുൻപ് എണ്ണിയ മുഴുവൻ EVM-ഉം പുനഃപരിശോധന നടത്തും. ആവശ്യമെങ്കിൽ ആ റൗണ്ടിലെ മുഴുവൻ കണക്കുകളും പൂർണ്ണമായി പുനഃപരിശോധിക്കുകയും ചെയ്യും. കണക്കുകൾ പൂർണ്ണമായാൽ ഡാറ്റ എൻട്രി നടത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എൻകോറിൽ രേഖപ്പെടുത്തുന്നതോടെയാണ് ഒരു റൗണ്ടിന്റെ ഫലപ്രഖ്യാപനം പൂർത്തിയാവുക. ഇങ്ങനെ പരമാവധി 20 റൗണ്ടുകളാണ് ഉണ്ടാവുക. ഒടുവിൽ ഓരോ മണ്ഡലത്തിലെയും നറുക്കെടുപ്പിലൂടെ കണ്ടെത്തുന്ന 5 വീതം ബൂത്തുകളിലെ VVPAT സ്ലിപ്പുകൾ പൂർണ്ണമായും എണ്ണും. ഇതിന് 1 മണിക്കൂർ വേണ്ടിവരും. EVM-ലും ഓരോ ബൂത്തിലും പോൾ ചെയ്ത വോട്ടിന്റെ വിവരങ്ങളുള്ള ഫോം 17C-ലെയും കണക്കുകൾ പൊരുത്തപ്പെട്ടില്ല എങ്കിൽ അവയിലെ VVPAT-കളും എണ്ണേണ്ടി വരും. ഇതാണ് ആ ക്രമം. എന്തായാലും മണിക്കൂറുകൾക്കകം കേരള ഭരണം, കേരള രാഷ്ട്രീയം എങ്ങോട്ട്? ഹാട്രിക്കാണോ, ഭരണമാറ്റമാണോ,
പുതിയ തുടക്കമാണോ, തൂക്കു മന്ത്രിസഭയാണോ? ചോദ്യങ്ങൾ അനവധി, ഉത്തരം എന്തായാലും മണിക്കൂറുകൾക്കകം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.